Okay, so previous class we have studied structure. Okay, what is structure? How to define a structure? Then how to declare structure type variable? Then by using structure type variable, how can we access members of a structure? Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. Okay, അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ സെയിം എക്സാമ്പിൾ വെച്ച് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ പ്രോഗ്രാമിൽ ഞാനൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു ടു റെപ്രസെന്റ് എ സ്റ്റുഡന്റ്. ഓക്കെ, സ്ട്രക്ചറിലെ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റുഡന്റിന്റെ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വൺ ഡയമെൻഷണൽ ക്യാരക്ടർ അറേ, ദെൻ സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ സ്റ്റോർ ചെയ്യാൻ ഒരു ഇന്റീജർ വേരിയബിൾ, ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ ഒരു ഇന്റീജർ വേരിയബിൾ. ഓക്കെ, ഇത്രയുമാണ് സ്ട്രക്ചറിലെ മെമ്പേഴ്സ്. ഓക്കെ, ദെൻ ഈ സെമിക്കോളൻ മസ്റ്റ് ആണ്. അപ്പൊ ഇതാണ് മെമ്പേഴ്സ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ മെയിൻ ഫംഗ്ഷനിൽ ഞാൻ ചെയ്തത് എനിക്ക് ഒരു സ്റ്റുഡന്റിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ സ്റ്റുഡന്റ് ടൈപ്പ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇറ്റ് ഈസ് S1. ആ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് ആണ് സ്ട്രക്ട് കീവേഡ് ഫോളോഡ് ബൈ സ്ട്രക്ചറിന്റെ ടാഗ് നെയിം ഓർ നെയിം ഓഫ് സ്ട്രക്ചർ ഫോളോഡ് ബൈ സ്ട്രക്ചർ ടൈപ്പ് വേരിയബിൾ S1 ഓ S2 അല്ലെങ്കിൽ ABC ഓ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഞാൻ രണ്ട് വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്തത്. റീസൺ ഐ എം ഗോയിങ് ടു സ്റ്റോർ ദി ഡീറ്റെയിൽസ് ഓഫ് ടു സ്റ്റുഡന്റ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് S1 ൽ സ്റ്റോർ ചെയ്യും, സെക്കൻഡിന്റെ S2 ലും സ്റ്റോർ ചെയ്യും. ഓക്കെ, then how to access the members അല്ലെങ്കിൽ details or attributes of S1 student S1. ഓക്കെ, എങ്ങനെയാണ്? S1 എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് S1 ന്റെ നെയിം, S1 ന്റെ മാർക്ക്, S1 ന്റെ റോൾ നമ്പർ ഇത്രയും ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we can use dot operator like this. S1 dot name ആണ് S1 ന്റെ നെയിം, ആ സ്റ്റുഡന്റിന്റെ നെയിം. then S1 dot roll, S1 ന്റെ റോൾ, S1 dot mark ഇതേപോലെ നമുക്ക് ആക്സസ് ചെയ്യാം. Okay, അപ്പോൾ if you have another variable of the same type, student type ഒരു S2 എന്നൊരു വേരിയബിൾ കൂടി ഉണ്ടെങ്കിൽ S2 ന്റെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ ഇതേപോലെ S2 dot name, S2 dot roll, S2 dot mark ഇങ്ങനെ ആക്സസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് S1 ന്റെയും S2 ന്റെയും ഡേറ്റ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹയസ്റ്റ് മാർക്ക് ആർക്കാണോ അയാളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ കാണിച്ചു. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് മാർക്ക് ആർക്കാണെന്ന് കണ്ടിരുന്നത് എങ്ങനെയാണ്? S1 ന്റെ മാർക്ക് ഗ്രേറ്റർ ദാൻ S2 ന്റെ മാർക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ S1 ഡോട്ട് മാർക്ക് ഗ്രേറ്റർ ദാൻ S2 ഡോട്ട് മാർക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ എന്ത് വേണം? ആണെങ്കിൽ S1 ന്റെ ഡേറ്റ പ്രിന്റ് ചെയ്യണം, അതർവൈസ് S2 ന്റെ ഡേറ്റ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതാണ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താ? ഇഫ് S1 ഡോട്ട് മാർക്ക് എന്ന് വെച്ചാൽ ഇന്റീജർ ആണ്. S1 is a structure type variable. S1 ഡോട്ട് മാർക്ക് എന്ന് വെച്ചാൽ S1 ന്റെ മാർക്കാണ്. മാർക്ക് ഈസ് ഇന്റീജർ. That is compared with mark of S2. So S1 dot mark is greater than S2 dot mark ആണെന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ ഇവിടെ പ്രിന്റ് ചെയ്തേക്കുന്നത് S1 dot name, S1 dot roll and S1 dot mark ഇത് മൂന്ന് ഡിസ്പ്ലേ ചെയ്തു. അതർവൈസ് എൽസ് പ്രിന്റ്എഫില് S2 ന്റെ നെയിം, S2 ന്റെ റോൾ നമ്പർ, S2 ന്റെ മാർക്ക് ഇത് മൂന്നും ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇതാണ് ഇന്നലെ ചെയ്തത്. അപ്പൊ നമുക്ക് ഇത് ചെറിയൊരു പ്രോഗ്രാം കൂടെ ചെയ്യാം. സെയിം പ്രോഗ്രാം, സെയിം സ്ട്രക്ചർ. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഡെഫിനിഷൻ ഉണ്ട്. രണ്ട് സ്ട്രക്ചർ ടൈപ്പ് വേരിയബിൾസ് S1 ആൻഡ് S2 ഞാൻ ഡിക്ലെയർ ചെയ്തു. S1 ന്റെ S2 ന്റെയും ഡേറ്റ ഞാൻ റീഡും ചെയ്തു. ഇത്രയും പോർഷനിൽ റീഡ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഈ രണ്ട് സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് കമ്പ്യൂട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് സ്റ്റുഡൻസിന്റെയും മാർക്കുകൾ ആഡ് ചെയ്യുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ട് സ്റ്റുഡൻസ് അല്ലേ, സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആണല്ലോ. ഇത്രയേ ഉള്ളൂ ആവറേജ് മാർക്ക്. അപ്പൊ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് തൽക്കാലം ഞാൻ ഇന്റീജർ വേരിയബിൾ കൊടുക്കുന്നു. ഫ്ലോട്ട് ആവാം, നമുക്ക് പഠിക്കാൻ വേണ്ടി തൽക്കാലം ഇന്റീജർ കൊടുക്കുന്നു. ഇന്റ് AVG ആവറേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, then after adding the details of S1 and S2, I am going to find the average mark of these two students S1 and S2. ഓക്കെ, അപ്പൊ S1 ന്റെ S2 ന്റെ ആവറേജ് മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? S1 ന്റെ മാർക്കും S2 ന്റെ മാർക്കും തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ആ കിട്ടുന്ന മാർക്ക്, ആ വാല്യൂവിനെ ആവറേജ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. സോ AVG is equal to എന്തൊക്കെ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്? S1 ന്റെ മാർക്ക് എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? S1 ഡോട്ട് മാർക്ക് അല്ലെ, S1 ഡോട്ട് മാർക്ക് പ്ലസ് എന്താ കൂടെ ആഡ് ചെയ്യേണ്ടത്? S2 ന്റെ മാർക്ക്. അതെങ്ങനെ ആക്സസ് ചെയ്യാം? S2 ഡോട്ട് മാർക്ക്. ഓക്കെ, S2 ഡോട്ട് മാർക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാം. അതേ ഡിവൈഡ് ബൈ 2. ഓക്കെ, ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? S1 ന്റെയും S2 ന്റെയും കൂടെ ആവറേജ് മാർക്ക് കിട്ടും. ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ വേരിയബിൾ AVG. ഓക്കെ, ഇനി നമുക്കത്
പ്രിന്റ് ചെയ്യാം ബൈ യൂസിങ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇൻറ്റീജർ ആണ്. അപ്പോൾ ആവറേജ് മാർക്ക് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി, ഇൻറ്റീജർ ആയതുകൊണ്ട് പെർസെൻറ്റേജ് ഡി ഞാനൊരു സ്ലാഷ് എന്നും കൂടെ കൊടുക്കുന്നു. ഓക്കെ, സ്ലാഷ് എൻ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? AVG. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു, രണ്ട് സ്റ്റുഡൻസിന്റെ ഡേറ്റ റീഡ് ചെയ്യാൻ രണ്ട് സ്ട്രക്ചർ ടൈപ്പ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഇതാണ് ഡിക്ലറേഷൻ ഓഫ് സ്ട്രക്ചർ ടൈപ്പ് വേരിയബിൾസ്. ദെൻ ആവറേജ് സ്റ്റോർ ചെയ്യാൻ ആൻ ഇൻറ്റീജർ വേരിയബിൾ AVG. ദെൻ എന്താ, ആദ്യത്തെ സ്റ്റുഡൻസിന്റെ ഡേറ്റ റീഡ് ചെയ്തു, സെക്കൻഡ് സ്റ്റുഡന്റിന്റെ ഡേറ്റ റീഡ് ചെയ്തു, ദെൻ S1 ഡോട്ട് മാർക്കും S2 ഡോട്ട് മാർക്കും ആഡ് ചെയ്തു, ഇറ്റ് ഈസ് ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ഓഫ് മാർക്സ് കിട്ടും. ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ വേരിയബിൾ ആവറേജ്. അത് പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എറർ ആണല്ലോ, എന്താണ് ചെക്ക് ചെയ്യാം. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു എറർ? സ്കാനഫിലാണ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡന്റ് 1. ഓക്കെ, ഈ എറർ കാണിച്ചത് ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്ററിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാര്യം ഇന്നലെ ചെയ്തിട്ട പ്രോഗ്രാമാണ്, അതിൽ ഞാൻ വേറെ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ വേറെ ചെയ്തത് ഞാൻ ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ ഉള്ളൂ, എറർ ഒന്നുമില്ല ശരിക്കും ഇതിൽ. ഓക്കെ, അപ്പോൾ എൻ്റെ നെയിം ഓഫ് സ്റ്റുഡന്റ് 1 ഞാൻ അരുൺ എന്ന് തന്നെ കൊടുക്കുന്നു. റോൾ നമ്പർ 1 മാർക്ക് 35. Okay, name of student 2 Kiran, roll number 2 mark 25. Okay, correct ആണല്ലോ. 35 plus 25 60 ആണ്, അത് divided by 2, average mark is 30. Okay, correct ആണല്ലോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ്, ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ. അനന്തുവിന് ഡൗട്ടില്ല. ചന്ദനു കേട്ടില്ല, ഓഡിയോ ഒട്ടും ക്ലിയർ ആകുന്നില്ല, കട്ടായി പോകുക. എല്ലാവർക്കും ഇതേ ഇഷ്യൂ ഉണ്ടോ? എല്ലാവർക്കും ഇതേ ഇഷ്യൂ ഉണ്ടോ? ഉണ്ട് സർ. വോയിസ് ഒട്ടും ക്ലിയർ ആവുന്നില്ല. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാ. സാറേ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട് സാറേ. ഒന്നും കേൾക്കുന്നില്ല സാറേ. ഒന്നും കേൾക്കുന്നില്ലേ? ഓക്കേ സാറേ, അത് കണക്ഷന്റെ ആയിരിക്കും. എനിക്ക് നല്ല ക്ലിയറാ. ആണോ? എനിക്കും ക്ലിയറാ സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലക്ഷ്മി മണിറാം ഹാസ് ലെഫ്റ്റ് ദ മീറ്റിംഗ്. എവിടെ പോയി? ഓക്കെ, എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ വീഡിയോ, ഇതിന്റെ അല്ല, ഞാൻ ഇതേ ടോപ്പിക്ക് ഒന്നുകൂടെ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചു തരാം. ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്ത്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ തൽക്കാലം? ചന്ദനിൽ ഒന്നും കേൾക്കുന്നില്ല. ചന്ദനെ ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് ഒന്ന് റീസ്റ്റാർട്ട് ഒക്കെ ചെയ്ത് നോക്ക്. ഒരുപാട് പേർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഓക്കെ, ഒന്ന് രണ്ടുപേർ ക്ലിയർ ആണെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ആണേ. അപ്പൊ ഈ പ്രോഗ്രാം ക്ലിയർ ആയല്ലോ.
ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് തിങ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു ചെറിയ സ്ട്രക്ചറാണ്. ഓക്കെ, ഇതേ സ്ട്രക്ചറിൽ ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താൻ പോവാണ്. ഓക്കെ, മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഐ വാണ്ട് ടു സ്റ്റോർ ദി ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ്. ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ നെയിം, റോൾ നമ്പർ, മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ് ആൻഡ് ടോട്ടൽ മാർക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് സ്റ്റോർ ചെയ്യണം. എന്തൊക്കെയാണ്? നെയിം, റോൾ നമ്പർ, മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ് ആൻഡ് ടോട്ടൽ മാർക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഈ പറയുന്ന ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ടു ഡിഫൈൻ എ സ്ട്രക്ചർ. ഇതേപോലെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ പോകും. ഞാൻ ഇതിൽ തന്നെ മോഡിഫൈ ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറിൽ മെമ്പേഴ്സ് എന്തൊക്കെയാണ്? നെയിം സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡിക്ലെയർ ഡയമെൻഷണൽ ക്യാരക്ടർ അറേ ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ റോൾ നമ്പർ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ an integer variable like this. Then marks of 5 subjects, single subjectന്റെ അല്ല, marks of 5 subjects സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ we have to declare എന്ത്? ഒന്നുകിൽ we have to declare 5 integer variables. മാർക്ക് ഇന്റീജർ ആണ്, 5 സബ്ജക്ട്സിന്റെ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ we have to declare 5 integer variables here. Okay, മാർക്ക് 1, മാർക്ക് അല്ലെങ്കിൽ M1, M2, M3, M4, M5 എന്ന് ഡിക്ലെയർ ചെയ്യാം. അത് മെനക്കേടാണ്. അതായത് നമ്പർ ഓഫ് സബ്ജക്ട്സ് കൂടുതലാണെങ്കിൽ നമ്മൾ അത്രയും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. പകരം എന്താ സൊല്യൂഷൻ? 5 ഇന്റിജേഴ്സിന് അല്ലെങ്കിൽ 6 ഇന്റിജേഴ്സിന് ഒരുമിച്ച് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡിക്ലെയർ ആൻ ഇന്റിജർ അറേ. ഓക്കെ, ഇപ്പോൾ 5 സബ്ജക്ട്സിന്റെ മാർക്സ് ആണെങ്കിൽ ഞാൻ ഇന്റ് മാർക്ക് ഓഫ് 5 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതും പോസിബിൾ ആണ്. സ്ട്രക്ചറിനകത്ത് ഏത് ടൈപ്പ് ഡേറ്റ സ്ട്രക്ചറും ഏത് ടൈപ്പ് വേരിയബിളും എന്തും നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റുഡന്റ് എടുക്കുകയാണെങ്കിൽ ആ സ്റ്റുഡന്റിന് ഒരു നെയിം കാണും, അത് സ്റ്റോർ ചെയ്യാനാണ് ക്യാരക്ടർ അറേ. ഒരു റോൾ നമ്പർ കാണും, അത് സ്റ്റോർ ചെയ്യാൻ ഇന്റിജർ വേരിയബിൾ. ഒരു സ്റ്റുഡന്റിന് 5 സബ്ജക്റ്റിന്റെ മാർക്ക് കാണും, അത് സ്റ്റോർ ചെയ്യാൻ ആൻ ഇന്റിജർ അറേ വിത്ത് നമ്പർ ഓഫ് എലിമെന്റ്സ് 5. ഓക്കെ, ഇനി ടോട്ടൽ മാർക്ക്. അപ്പോൾ ടോട്ടൽ മാർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് എന്തൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഡിക്ലറേഷൻ ടൈമിൽ തന്നെ വി ക്യാൻ അസൈൻ വാല്യൂസ് ടു വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്റ് ആവറേജ് AVG, ഇതിനെ എനിക്ക് ഇനിഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റ് AVG ഈക്വൽ ടു 0 ഇവിടെ തന്നെ കൊടുക്കാമല്ലോ. ഇവിടെ തന്നെ ഈക്വൽ ടു 0 കൊടുക്കാം, അത് വർക്ക് ചെയ്തോളും. ദാറ്റ് ഈസ് ഇനിഷ്യലൈസേഷൻ. ഇതേ കാര്യം സ്ട്രക്ചറിന്റെ കേസിൽ ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ സ്ട്രക്ചറിലെ മെമ്പേഴ്സിന് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാണ്ട് ഇവിടെ ഇന്റെ റോൾ നമ്പർ, റോൾ ഇസ് ഈക്വൽ ടു 1 ഇവിടെ പേര് ഇനിഷ്യലൈസ് ചെയ്യരുത്, അത് വർക്ക് ചെയ്യില്ല, അത് കറക്റ്റ് മെത്തേഡ് അല്ല. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ മെമ്പേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ നമുക്ക് വേറെ വഴികളുണ്ട്. ഒരിക്കലും സ്ട്രക്ചറിനകത്ത് ഡിക്ലറേഷൻ ടൈമിൽ വാല്യൂസ് അസൈൻ ചെയ്യരുത്, അത് തെറ്റാണ്. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല, നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ എത്ര മെമ്മറി ആയിരിക്കും ഈ സ്ട്രക്ചറിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത് ഒന്ന് നോക്കിക്കേ. ഈ സ്ട്രക്ചറിന് വേണ്ടിയല്ല, ഈ സ്ട്രക്ചർ ടൈപ്പ് വേരിയബിൾ S1 നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ S1 വേണ്ടി എത്ര മെമ്മറി ആയിരിക്കും ഇവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, എത്രയായിരിക്കും? S1 എന്തൊക്കെയുണ്ട്? S1 ഒരു നെയിം ഉണ്ട്, S1 ഒരു നെയിം ഉണ്ട്, S1 ഒരു റോൾ നമ്പർ, S1 ഒരു മാർക്ക്, S1 ഒരു ടോട്ടൽ മാർക്ക്, ഇത്രയും കാര്യങ്ങളുണ്ട്. അതില് നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാരക്ടർ അറേ വിത്ത് എലമെന്റ്സ് 50 അല്ലെ. ക്യാരക്ടറിന്റെ സൈസ് 50 ആയതുകൊണ്ട് 50 ബൈറ്റ്സ് ആയിരിക്കും ഈ ക്യാരക്ടർ അറേക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്. 50 ബൈറ്റ്സ് പ്ലസ് റോൾ നമ്പറിന് വേണ്ടി 4 ബൈറ്റ്സ് 54. മാർക്കിന് വേണ്ടിയിട്ട് എത്രയാണ്? മാർക്ക് ഇന്റിജർ അറേ ആണ്, അപ്പോൾ 5 × 4 20 അല്ലേ. അപ്പോൾ 54 പ്ലസ് 20 എത്രയാ? 74. 74 പ്ലസ് ഇത് ടോട്ടലിന് വേണ്ടിയിട്ട് 4, അപ്പോൾ 74 പ്ലസ് 4 78. അപ്പോൾ 78 ബൈറ്റ്സ് ആയിരിക്കും ഈ സ്ട്രക്ചർ ടൈപ്പ് ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ S1 വേണ്ടി 78 അല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, 78 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യും. S2 വേണ്ടി 78 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യും. ഇതേപോലെ എത്ര വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു ഓരോ വേരിയബിളിനും വേണ്ടി 78 ബൈറ്റ്സ് ഓഫ് മെമ്മറി വിൽ ബി അലോക്കേറ്റഡ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് എന്നും കൂടെ ഓർത്തിരിക്കുക. മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, എന്തിനെ ബേസ് ചെയ്താണ്? ഈ എല്ലാ മെമ്പേഴ്സും മെമ്മറി ടോട്ടൽ മെമ്മറി ആഡ് ചെയ്തെടുക്കുക, അതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തൽക്കാലം ഐ ആം ഗോയിങ് ടു റീഡ് ദി ഡീറ്റെയിൽസ് ഓഫ് എ സ്റ്റുഡന്റ്. ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് മാത്രം ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇപ്പൊ രണ്ട് വേണ്ട, ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് മാത്രം ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നു. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് റീഡ് ചെയ്യാനുള്ളത്? നെയിം റീഡ് ചെയ്യണം, റോൾ നമ്പർ റീഡ് ചെയ്യണം, 5 സബ്ജക്ട്സിന്റെ മാർക്സ് റീഡ് ചെയ്യണം. ടോട്ടൽ മാർക്ക് റീഡ് ചെയ്യണോ? വേണ്ട, ടോട്ടൽ റീഡ് ചെയ്യേണ്ട കാര്യമില്ല. സ്കാനഫ് യൂസ് ചെയ്ത് യൂസർ ടൈം റീഡ് ചെയ്യേണ്ട കാര്യമില്ല. റീസൺ, എങ്ങനെയാണ് ടോട്ടൽ മാർക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ബൈ ആഡിങ് ദീസ് 5 മാർക്സ് അല്ലേ. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന 5 സബ്ജക്റ്റിന്റെ മാർക്ക് ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദി ടോട്ടൽ മാർക്ക് അല്ലേ. സോ ദർ ഇസ് നോ നീഡ് ടു റീഡ് ടോട്ടൽ മാർക്ക്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് നെയിം, സെക്കൻഡ് വൺ ഈസ് റോൾ നമ്പർ, തേർഡ് മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
അപ്പൊ എന്താ എന്റെ ഡീറ്റെയിൽസ് സ്റ്റുഡന്റ് 1 എന്ന് കാണിച്ചു. ദെൻ സ്കാനഫില് നെയിം റീഡ് ചെയ്യാൻ %S, റോൾ നമ്പർ റീഡ് ചെയ്യാൻ %D. തൽക്കാലം ഈ സ്കാനഫ് യൂസ് ചെയ്ത് നമ്മൾ നെയിം ആൻഡ് റോൾ നമ്പർ മാത്രമേ റീഡ് ചെയ്യാൻ പോകുന്നുള്ളൂ. റീസൺ മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അറേ. ഓക്കെ, മാർക്ക് ഈസ് ആൻ അറേ. മാർക്ക് അറേ ആണല്ലോ, ഡയറക്റ്റ് ആണ്. ഓക്കെ, മാർക്ക് എന്ന് പറയുന്നത് അറേ ആണ്. ഒരു മിനിറ്റ്. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേക്കാം. ഓക്കെ, ഡിസ്പ്ലേ കാണാമല്ലോ, പ്രോഗ്രാം കാണാമല്ലോ. കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് നെയിം, റോൾ നമ്പർ, മാർക്സ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നെയിം, റോൾ നമ്പർ റീഡ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. സാധാ വേരിയബിൾസ് ഓർ അറേ ആയതുകൊണ്ട് പെർസെന്റേജ് യൂസ് ചെയ്ത് യു ക്യാൻ റീഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി മാർക്ക് എങ്ങനെ റീഡ് ചെയ്യും? ഒരു സബ്ജക്ട് മാർക്ക് ആയിരുന്നെങ്കിൽ ഇവിടെ തന്നെ നേരത്തെ കൊടുത്തോളൂ %D ആൻഡ് S1 ഡോട്ട് മാർക്ക് എന്ന് കൊടുക്കാമായിരുന്നു. ബട്ട് ഇവിടെ മാർക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ആൻ അറേ. സോ വി ആർ ഗോയിങ് ടു റീഡ് ആൻ അറേ. ഓക്കെ, അറേ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അറേ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൂപ്പ് യൂസ് ചെയ്യണം. കാര്യം അറേയിലെ കംപ്ലീറ്റ് എലമെന്റ്സിനെ റീഡ് ചെയ്യണ്ടേ. സോ ഒരു ലൂപ്പ്, ഫോർ ലൂപ്പാണ് ബെസ്റ്റ്. ഒരു ലൂപ്പ് യൂസ് ചെയ്താണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ലൂപ്പ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. ഫോർ I is equal to 0. ഓക്കെ, കാര്യം മാർക്ക് എന്ന് പറയുന്ന ആറാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻഡെക്സ് 0 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? എത്ര മാർക്കാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്? 5 ആണ്. സോ I less than 5, I++. ഇതിന്റെ ബോഡിയിൽ സ്കാനഫ് കൊടുക്കുക. ഓക്കെ, സ്കാനഫിനകത്ത് എന്താ റീഡ് ചെയ്യാൻ പോകുന്നത്? മാർക്കാണ്. ഒരു സബ്ജക്റ്റിന്റെ മാർക്കാണ് ആദ്യം റീഡ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് സബ്ജക്റ്റിന്റെ മാർക്ക്, ദെൻ തേർഡ് സബ്ജക്റ്റിന്റെ മാർക്ക്, ഇങ്ങനെ പോകും. അപ്പൊ എന്താണ്? നോർമൽ അറേ എ ആയിരുന്നെങ്കിൽ ആംബർസാൻഡ് A(i) എന്ന് കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? ഇവിടെ ആരുടെ മാർക്കാണ്? S1 എന്ന് പറയുന്ന സ്റ്റുഡന്റിന്റെ മാർക്കാണ്. സോ S1 ഡോട്ട് മാർക്ക് ഓഫ് I ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, S1 ഡോട്ട് മാർക്ക് ഓഫ് I എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോ മാർക്ക് അറേ ആണ്, ഇന്റീജർ അറേ ആണ്. ഇത് മാർക്ക് ഓഫ് 5. സോ ഇന്റീജർ അറേ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡിഫൈൻ സം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. സോ ഞാൻ ഫോർ ലൂപ്പ് ഡിഫൈൻ ചെയ്തു. ഫോർ I = 0, I less than 5. 5 കൊടുക്കാനുള്ള റീസൺ നമ്പർ ഓഫ് സബ്ജക്ട്സ് 5 ആണ്. 5 മാർക്കാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. I++. ദെൻ വിത്തിൻ ദ ബോഡി ഓഫ് ഫോർ ലൂപ്പ് സ്കാനഫില് ഇന്റീജർ ആണ്, മാർക്ക് എന്ന് വെച്ചാൽ ഇന്റീജർ ആണ്. സോ %D ആംബർസാൻഡ് S1 ഡോട്ട് മാർക്ക് ഓഫ് I. ഓക്കെ, അപ്പൊ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് 5 എന്ന് പറയുന്നത് 0. സോ S1 ഡോട്ട് മാർക്ക് ഓഫ് 0, ആദ്യത്തെ സബ്ജക്റ്റിന്റെ മാർക്ക്. ആരുടെ? S1ന്റെ ആദ്യത്തെ സബ്ജക്റ്റിന്റെ മാർക്ക്. ദെൻ I = 1 ആവുമ്പോൾ ആംബർസാൻഡ് S1 ഡോട്ട് മാർക്ക് ഓഫ് 1. സോ ഫസ്റ്റ് S1ന്റെ സെക്കൻഡ് സബ്ജക്റ്റിന്റെ മാർക്ക്, ദാറ്റ് ഈസ് മാർക്ക് ഓഫ് 1. അടുത്ത മാർക്ക് ഓഫ് 2, 3, 4 ഇതുവരെ വർക്ക് ചെയ്യും. അപ്പൊ ടോട്ടൽ 5 സബ്ജക്ട്സിന്റെ മാർക്സ് റീഡ് ആവും, ഈ അറേയിലേക്ക് സ്റ്റോർ ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് എന്താണ്? അപ്പോൾ കംപ്ലീറ്റ് ഡേറ്റ നമ്മൾ റീഡ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? നെയിം റീഡ് ചെയ്തു, റോൾ നമ്പർ റീഡ് ചെയ്തു, മാർക്സും റീഡ് ചെയ്തു. നൗ വി ഹാവ് ടു ഫൈൻഡ് ദി ടോട്ടൽ മാർക്ക് ഓഫ് S1, ദി സ്റ്റുഡന്റ്. ഓക്കെ, ടോട്ടൽ മാർക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ടോട്ടൽ മാർക്ക് കമ്പ്യൂട്ട് ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? ഈ ടോട്ടലിലേക്കാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടോട്ടൽ.
അപ്പോൾ ടോട്ടൽ മാർക്ക് കമ്പ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ അറയിലുള്ള എല്ലാ മാർക്കും കൂടെ ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാന്നല്ലേ. മാർക്ക് ഓഫ് 0 ടോട്ടലിലേക്ക് നമ്മൾ പഴയ പരിപാടി സം ഓഫ് n നമ്പേഴ്സ് അല്ലെങ്കിൽ സം ഓഫ് എലമെന്റ്സ് ഇൻ ആൻ അറേ, ഇതാണ് സം ഓഫ് എലമെന്റ്സ് ഇൻ ആൻ അറേ. മാർക്ക് എന്ന് പറയുന്ന അറയിലെ കംപ്ലീറ്റ് എലമെന്റ്സിനെ നമ്മൾ ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പോകും. പക്ഷെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എവിടേക്കാണ്? S1 ഡോട്ട് ടോട്ടലിലേക്കാണ്. S1ന്റെ ടോട്ടലിലേക്കാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച മെത്തേഡ്സ് ആണെങ്കിൽ സമ്മിനെ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ഷുഡ് ബി ഇനിഷ്യലൈസ്ഡ് ടു 0 ഫസ്റ്റ് അല്ലേ. ആ വേരിയബിളിന് ആദ്യം 0 ഇനിഷ്യലൈസ് ചെയ്യണ്ടേ. ഞാനത് ഇവിടെ ചെയ്യുന്നു. ഓക്കെ, S1 ഡോട്ട് ടോട്ടൽ is equal to 0. ഇവിടെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. തുടക്കത്തിൽ മെയിൻ ഫംഗ്ഷന് ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ S1 ഡോട്ട് ടോട്ടൽ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഓക്കെ, കാര്യം നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പേ ടോട്ടലിന്റെ കാര്യം ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ മാർക്ക് എന്ന് പറയുന്ന അറേ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അറയിലെ ഓരോ എലമെന്റും എടുത്തിട്ട് ഈ S1 ഡോട്ട് ടോട്ടലിലേക്ക് ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഒന്നുകിൽ നമുക്കത് ഈ ഫോർ ലൂപ്പിൽ മാർക്ക് റീഡ് ചെയ്ത് ഉടനെ ആഡ് ചെയ്യാം, അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ ഫോർ ലൂപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമ്മൾ S1ന്റെ 5 സബ്ജക്റ്റിന്റെ മാർക്കും റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്തു. ദെൻ ഇതേ ഫോർ ലൂപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് അതിനകത്ത് S1 ഡോട്ട് ടോട്ടൽ ഇസ് ഈക്വൽ ടു S1 ഡോട്ട് ടോട്ടൽ പ്ലസ് ഈ മാർക്ക് എന്ന് കൊടുക്കേണ്ടി വരും. അതിന് നല്ലത് ഈ ഫോർ ലൂപ്പ് തന്നെ കൊടുക്കുന്നതാണ്. റീഡ് ചെയ്യുന്നു, അപ്പൊ തന്നെ ആഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഈ ഫോർ ലൂപ്പ് എങ്ങനെ ശ്രദ്ധിക്കുക? I equal to 0 സ്കാനഫിൽ നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് റീഡ് ചെയ്തു. ദാറ്റ് ഈസ് മാർക്ക് S1 ഡോട്ട് മാർക്ക് ഓഫ് 0 റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്തു. സ്റ്റോർ ചെയ്തിട്ട് അപ്പൊ തന്നെ അതിന് ഞാൻ ടോട്ടലിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോകുന്നു. S1 ഡോട്ട് ടോട്ടൽ ഈക്വൽ ടു S1 ഡോട്ട് ടോട്ടൽ പ്ലസ് എന്താണ് ഇപ്പൊ റീഡ് ചെയ്ത S1ന്റെ മാർക്ക്, ദാറ്റ് ഈസ് S1 ഡോട്ട് മാർക്ക് ഓഫ് I, മാർക്ക് ഓഫ് I അല്ലേ ഇപ്പൊ റീഡ് ചെയ്ത്. അപ്പൊ S1 ഡോട്ട് മാർക്ക് ഓഫ് I. ഓക്കെ, റീഡ് ചെയ്ത് S1 ഡോട്ട് മാർക്ക് ഓഫ് I ആണ്. അപ്പൊ ആ റീഡ് ചെയ്ത മാർക്കിനെ അപ്പൊ തന്നെ S1 ഡോട്ട് ടോട്ടലിലേക്ക് ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ ഇതേപോലെ വീണ്ടും വന്നു I equal to 1 ആവും. അപ്പൊ സെക്കൻഡ് സബ്ജക്റ്റിന്റെ മാർക്ക് S1 ഡോട്ട് മാർക്ക് ഓഫ് 1 റീഡ് ചെയ്തു, അതിനെയും S1 ഡോട്ട് ടോട്ടലിലേക്ക് ആഡ് ചെയ്ത് വെച്ചു. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ സബ്ജക്റ്റിന്റെ മാർക്ക് റീഡ് ചെയ്തിട്ട് അത് ഇവിടേക്ക് അസൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ ലൂപ്പ് ഫുള്ള് വർക്ക് ചെയ്ത് എനിക്ക് ടോട്ടലില് എന്തായിരിക്കും? ദാറ്റ് വേരിയബിൾ വിൽ കണ്ടെയ്ൻ ദി ടോട്ടൽ മാർക്ക്, ദാറ്റ് ഈസ് സം ഓഫ് മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ് ഓഫ് സ്റ്റുഡന്റ് S1 ഇതായിരിക്കും കാണുന്നത്. ഓക്കെ, അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുന്നു. തൽക്കാലം നമ്മൾ പ്രിന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, സോ പ്രിന്റ് ഓഫ് ആദ്യം നെയിം ആണ്. സോ പെർസെന്റേജ് S സ്ലാഷ് n, അടുത്തത് റോൾ നമ്പർ പെർസെന്റേജ് D സ്ലാഷ് n. ഇത് എന്താണ്? മാർക്സ് ആണ്. മാർക്സ് നമുക്ക് ലൂപ്പ് യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ തൽക്കാലം ഈ പ്രിന്റ് എഫ് വെച്ചിട്ട് S1ന്റെ നെയിമും എന്താ S1ന്റെ റോൾ നമ്പറും മാത്രം പ്രിന്റ് ചെയ്യാം. ഓക്കെ, S1 ഡോട്ട് റോൾ നമ്പർ ഇത്രയും പ്രിന്റ് ചെയ്തു. ഇനി മാർക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? മാർക്ക് അറയല്ലേ, അപ്പൊ അറേ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യാം അല്ലേ. ഇതേ ഫോർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഇതേ ഫോർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തിട്ട് അതിന്റെ ബോഡിയിൽ എന്താണ്? പ്രിന്റ് എഫ് ഇന്റീജർ ആണ്. സോ പെർസെന്റേജ് D സ്പേസ് അല്ലെങ്കിൽ സ്ലാഷ് അതെന്ന് വെച്ചാൽ കൊടുക്കുക, കോമ S1ന്റെ മാർക്കാണ്. സോ S1 ഡോട്ട് മാർക്ക്, ഏത് മാർക്ക്? ഫസ്റ്റ് സബ്ജക്റ്റിന്റെ മാർക്ക്. അപ്പോ ഇൻഡെക്സ് I കൊടുക്കുക. ഓക്കെ, S1 ഡോട്ട് മാർക്ക് ഓഫ് I പ്രിന്റ് ചെയ്തു ലൂപ്പിനകത്ത്. ദെൻ അതിനുശേഷം വി ക്യാൻ പ്രിന്റ് ടോട്ടൽ മാർക്ക്. ഓക്കെ, ടോട്ടൽ മാർക്ക് പ്രിന്റ് ചെയ്യാൻ ഈ ടോട്ടൽ മാർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പ്രിന്റ് എഫിനകത്തും പ്രിന്റ് ചെയ്യാമായിരുന്നു. ഞാൻ ആ ഓർഡറിൽ തന്നെ പ്രിന്റ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ആദ്യം നെയിം, പിന്നെ റോൾ നമ്പർ, ദെൻ 5 സബ്ജക്ട്സിന്റെ മാർക്ക്, ദെൻ ടോട്ടൽ മാർക്ക്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഒരു പെർസെന്റേജ് കൂടി ഇടുക, ദെൻ S1 ഡോട്ട് ടോട്ടൽ കൂടെ പ്രിന്റ് ചെയ്യുക. അവിടെയും ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ സ്ലാഷ് n. സ്ലാഷ് n എന്തിനാണെന്ന് മനസ്സിലാവുമല്ലോ, അല്ലെങ്കിൽ പ്രീവിയസ് ലൈനിന്റെ എൻഡിലായിരിക്കും നിൽക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ മാർക്ക് പ്രിന്റ് ചെയ്യാനാണ്. പെർസെന്റേജ് D, സോറി ഇന്റീജർ ആണ്. സോ പെർസെന്റേജ് D കോമ എന്തായിരുന്നു? S1 ഡോട്ട് ടോട്ടൽ. ഓക്കെ, ഇവിടെയും കൂടെ ഒരു സ്ലാഷ് കൊടുക്കാം, അല്ലെങ്കിൽ ആ പ്രോംപ്റ്റും കൂടെ വരും. ഓക്കെ, ഇവിടെയും ഒരു സ്ലാഷ് ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോഗ്രാം. എന്താണ് സ്ട്രക്ചറില് 2 മെമ്പേഴ്സ് ആഡ് ചെയ്ത് എക്സ്ട്രാ, ഒന്ന്
5 സബ്ജക്ട്സിന്റെ മാർക്സ് സ്റ്റോർ ചെയ്യാൻ ഒരു ഇന്റിജർ അറേ മാർക്ക് ഓഫ് 5. 10 സബ്ജക്ട്സ് ആയിരുന്നെങ്കിൽ ഇവിടെ മാർക്ക് ഓഫ് 10 കൊടുക്കായിരുന്നു. ദെൻ ടു സ്റ്റോർ ദ ടോട്ടൽ മാർക്ക്, ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇന്റിജർ വേരിയബിൾ. ടോട്ടൽ ആയതുകൊണ്ട് ഇന്റിജർ മതി. ദെൻ ഒരു സ്റ്റുഡന്റിന്റെ ഈ ഡേറ്റ നമ്മൾ റീഡ് ചെയ്യുന്നു. എന്തൊക്കെ ഡേറ്റ? നെയിം, റോൾ നമ്പർ ആൻഡ് മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ് റീഡ് ചെയ്യുന്നു. Then we will find the total mark of this student. Then we will display all the data. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ്? struct student s1, സ്റ്റുഡന്റ് ടൈപ്പ് ഒരു വേരിയബിൾ s1 ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഐ ഇൻഡെക്സിന് വേണ്ടിയിട്ട് ഒരു ഇന്റീജർ വേരിയബിൾ ഐ ഡിക്ലെയർ ചെയ്തു. ദെൻ ആ സ്റ്റുഡന്റിന്റെ ഡേറ്റ നമ്മൾ റീഡ് ചെയ്തു. എന്തൊക്കെ ഡേറ്റ? s1 ഡോട്ട് നെയിം, s1 ഡോട്ട് റോൾ, ഇത് രണ്ടും ആദ്യം റീഡ് ചെയ്തു. ഓക്കെ, ദെൻ ടോട്ടൽ മാർക്ക് s1ന്റെ ടോട്ടൽ മാർക്ക് 0 ഇനിഷ്യലൈസ് ചെയ്തു. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 സബ്ജക്ട്സിന്റെ മാർക്സ് ആണ് റീഡ് ചെയ്യാൻ പോകുന്നത്. റീഡ് ചെയ്തിട്ട് അപ്പം തന്നെ അതിനെ ഈ s1 ഡോട്ട് ടോട്ടലിലേക്ക് ആഡ് ചെയ്ത് ഇവിടെ s1 ഡോട്ട് ടോട്ടലിലേക്ക് ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടൈം s1 ഡോട്ട് ടോട്ടലിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ s1 ഡോട്ട് ടോട്ടൽ ഷുഡ് കണ്ടെയ്ൻ 0, ദാറ്റ് ഈസ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് എഡിഷൻ. ഇത് പഴയ പരിപാടി, അറേയിലെ നമ്പർ ഓഫ് അറേയിലെ എലമെന്റ്സിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്. ഓക്കെ, അപ്പോൾ ലൂപ്പിനകത്ത് നമ്മൾ s1 ഡോട്ട് മാർക്ക് ഓഫ് ഐ കൊടുക്കുന്നു. ഒരു മാർക്ക് അറേയാണ്, അപ്പോൾ ഇൻഡെക്സ് യൂസ് ചെയ്ത് 1 by 1 ഓരോ എലമെന്റ് ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഒരു എലമെന്റ് റീഡ് ചെയ്തു, അതിനപ്പം തന്നെ s1 ഡോട്ട് ടോട്ടലിലേക്ക് ആഡ് ചെയ്തു, അവിടെ സ്റ്റോർ ചെയ്തു. ഇത് ഫുൾ 5 തവണ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് s1 ഡോട്ട് ടോട്ടൽ കണ്ടെയ്ൻ ദി സം ഓഫ് മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ് ഓഫ് സ്റ്റുഡന്റ് s1ന്റെ ആണല്ലോ ആഡ് ചെയ്തു. സോ ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദാറ്റ് ഫോർ ലൂപ്പ് വി ക്യാൻ ഡിസ്പ്ലേ ദി ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ആദ്യം നെയിം, റോൾ നമ്പർ പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബൈ യൂസിങ് ദിസ് ഫോർ ലൂപ്പ് നമ്മൾ എന്താണ് മാർക്ക് 5 സബ്ജക്റ്റിന് മാർക്ക് പ്രിന്റ് ചെയ്തു. ബൈ യൂസിങ് അനദർ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ടോട്ടൽ മാർക്കും പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. for statement. Okay, semicolon. Okay, enter the details of student 1. Okay, ഞാനിവിടെ കിരൺ എന്ന് കൊടുക്കുന്നു. എന്താണ്? റോൾ നമ്പർ 1. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് എന്താണ്? 5 സബ്ജക്ട്സിന്റെ മാർക്സ് ആണ്. ഓക്കെ, അവിടെ ഒരു മെസ്സേജ് കൂടെ കൊടുക്കേണ്ടതായിരുന്നു, മെസ്സേജ് ഞാൻ കൊടുത്തില്ല. കാര്യം ആദ്യം നെയിം, പിന്നെ റോൾ നമ്പർ, പിന്നെ 5 സബ്ജക്ട്സിന്റെ മാർക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നത് മാർക്സ് ആണ്. ഓക്കെ, ഞാൻ ആദ്യത്തെ സബ്ജക്റ്റിന്റെ മാർക്ക് 10 കൊടുത്തു, സെക്കൻഡ് സബ്ജക്റ്റിന്റെ മാർക്ക് 20, തേർഡ് സബ്ജക്റ്റിന്റെ മാർക്ക് 30, ഫോർത്ത് സബ്ജക്റ്റിന്റെ മാർക്ക് 40, ദെൻ ലാസ്റ്റ് സബ്ജക്റ്റിന്റെ മാർക്ക് 50. കറക്റ്റ് ആണല്ലോ? അപ്പോൾ 5 സബ്ജക്റ്റിന്റെ മാർക്കുകളും റീഡ് ചെയ്തു, 5 തവണ എക്സിക്യൂട്ട് ചെയ്തു, എൻഡ് ചെയ്തു. Then by using printf statement, ആദ്യം നമ്മൾ എന്താ പ്രിന്റ് ചെയ്തത്? കിരൺ, that is നെയിമും റോൾ നമ്പറും പ്രിന്റ് ചെയ്തു അല്ലേ? അല്ലേ, printf ആദ്യം നമ്മൾ ചെയ്തത് നെയിം, s1 ഡോട്ട് നെയിം ആൻഡ് s1 ഡോട്ട് റോൾ നമ്പർ പ്രിന്റ് ചെയ്തു. ഓക്കെ, അതാണ് കിരണം എന്താണ് 1 വന്നത്. Then അടുത്ത സ്റ്റേറ്റ്മെന്റ് ചെയ്തത് എന്താ? ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് എടുത്തു പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ ഓരോ സബ്ജക്റ്റിന്റെ മാർക്കാണ് അല്ലാണ്ട് ഈ വന്നിരിക്കുന്നത്. എന്താണ്? 10, 20, 30, 40, 50 നമ്മൾ എൻട്രി ചെയ്ത അതേ മാർക്കുകൾ. ദെൻ ലാസ്റ്റ് ലൈനിൽ s1 ഡോട്ട് ടോട്ടലും പ്രിന്റ് ചെയ്തു. അപ്പൊ s1 ഡോട്ട് ടോട്ടൽ ആണ് ഈ വന്നിരിക്കുന്നത് 150. കറക്റ്റ് അല്ലേ? സം 10 + 20 + 30 + 40 + 50. അത് എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ? നമ്മൾ ഈ ഫോർ ലൂപ്പിൽ കണ്ടേ ഒരു മാർക്ക് റീഡ് ചെയ്തിട്ട് സ്കാനഫിലും ആംപർസാൻഡ് s1 ഡോട്ട് മാർക്ക് ഓഫ് 5 ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് റീഡ് ചെയ്തിട്ട് അതിനെ അപ്പം തന്നെ ആഡ് ചെയ്തു. കണ്ടില്ലേ? അതിനപ്പം തന്നെ s1 ഡോട്ട് ടോട്ടലിലേക്ക് ആഡും ചെയ്തു. ഓക്കെ, ഇപ്പോ ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? എല്ലാരും കേൾക്കുന്നുണ്ടോ?
ഉണ്ട് സാർ. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ടോപ്പിക് ഞാൻ വീഡിയോ ചെയ്യാതെ പെൻഡിങ്ങിൽ വെച്ചിരുന്നത് ഇത് നേരിട്ട് പഠിപ്പിച്ചാലേ മനസ്സിലാവൂ എന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ്, പക്ഷെ അത് പറ്റിയില്ല. ഡൗട്ട്സ് ഒന്നുമില്ല? ഡൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്കല്ല ഇതിന്റെ കണ്ടിന്യൂഷൻ. ഓക്കെ, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് സാർ. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തൽക്കാലം. ഓക്കെ, അനന്തു മോഹൻ, നോ ഡൗട്ട്. അനന്തു എമ്മിനും ഡൗട്ടില്ല. അനന്തുമാർക്ക് മാത്രമേ ഉള്ളൂ ഡൗട്ട് ഇല്ലാത്തത്. ജിഷ അനുമോൻ, യെസ് സാർ. എന്നുവെച്ചാൽ ഡൗട്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ? യെസ്, അപ്പൊ ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക. ഓക്കെ, ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, $65 participants. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആദ്യത്തെ സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെന്റിൽ ആംപർസാൻഡ് സിമ്പിൾ ഇടാൻ എന്താണെന്ന് റോഷൻ രഞ്ജിത്ത്. ഓക്കെ, റോഷൻ, നമ്മൾ സ്ട്രിങ് പഠിച്ചായിരുന്നല്ലോ. സ്ട്രിങ് നമ്മൾ വീഡിയോസ് വെച്ചാണ് പഠിച്ചത്. അതിന്റെ ഒരു കുഴപ്പമുണ്ട്. വീഡിയോസ് കണ്ടോ കാണത്തില്ല കാര്യം. ആദ്യത്തെ സ്കാരഫിൽ നമ്മൾ ആദ്യം റീഡ് ചെയ്യുന്നത് S1 ഡോട്ട് നെയിം ആണ്. നെയിം എന്ന് വെച്ചാൽ എന്താണ്? ക്യാരക്ടർ അറയാണ് അല്ലേ? ക്യാരക്ടർ അറയിലേക്ക് നമ്മൾ റീഡ് സ്റ്റോർ ചെയ്യുന്നത് ഒരു നെയിമിനെയാണ്, ഒരാളുടെ നെയിമിനെയാണ്. അപ്പൊ അതിലൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ സ്കാനഫ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രിങ്സ്, ക്യാരക്ടർ അറേസ് റീഡ് ചെയ്യുമ്പോൾ പ്രത്യേകതയാണ് ആംപർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്യരുത്. ഓക്കെ, സ്ട്രിങ്ങിന് റീഡ് ചെയ്യുമ്പോൾ ആംപർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്യരുത്. ബാക്കി ഏത് ടൈപ്പിനും ആംപർസാൻഡ് വേണം, സ്ട്രിങ്ങിന് മാത്രം ആംപർസാൻഡ് യൂസ് ചെയ്യരുത്. നെയിം സ്ട്രിങ് ക്യാരക്ടർ അറേ ആയതുകൊണ്ടാണ് ആംപർസാൻഡ് യൂസ് ചെയ്യാഞ്ഞത്. ഓക്കെ, ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റുഡന്റിന്റെ ഡേറ്റ ആണ് റീഡ് ചെയ്തത്. ഇതേപോലെ രണ്ട് സ്റ്റുഡൻസിന്റെ ഡേറ്റ ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ. വൺ മോർ വേരിയബിൾ ടു ബി ഡിക്ലെയർഡ്, S2 ഡിക്ലെയർ ചെയ്യുക. Then the three statements repeat here to read the details of S2 and to find the total mark of S2 and to display the details of S2. These statements repeat here. അല്ലേ? S1 ഉള്ളിടത്തെല്ലാം S2 ആക്കുക. S2 ഡോട്ട് നെയിം, S2 ഡോട്ട് റോൾ, S2 ഡോട്ട് മാർക്ക് ആക്കുക. ഓക്കെ, അപ്പൊ അത് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 2 സ്റ്റുഡൻസിന്റെ ഡേറ്റ റീഡ് ചെയ്യാനുണ്ടോ, 3 സ്റ്റുഡൻസിന്റെ ഡേറ്റ റീഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അടുത്തത് സപ്പോസ് ഇത് പോവാണോ, നിങ്ങൾ പ്രോഗ്രാംസ് ചെയ്ത് നോക്കണം. ഓക്കെ, സപ്പോസ് എനിക്കൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യണം. ഞാൻ ആദ്യം സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയായിരുന്നു. എനിക്കൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യണം. ആ പ്രോഗ്രാമിൽ എനിക്കൊരു ക്ലാസ്സിലെ n സ്റ്റുഡൻസിന്റെ ഡേറ്റ റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്യണം, അതിനെ പ്രോസസ് ചെയ്യണം. n സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ n സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എത്രയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിന്റെ കേസിലാണെങ്കിൽ അത് 64 അല്ലെങ്കിൽ 65 ആയിരിക്കാം. വേറൊരു ക്ലാസ് എടുത്താൽ ചിലപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മേ ബി 30, ചിലപ്പോൾ 20 ഒക്കെ ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു റീഡ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. അപ്പോൾ എത്ര സ്റ്റുഡൻസ് എന്ന് ചോദിച്ചാൽ n സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഓക്കെ, റീഡ് ചെയ്തിട്ട് തൽക്കാലം നമ്മളൊന്ന് പ്രിന്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ എന്താ, ഈ സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, സോറി ഡിഫൈൻ ചെയ്യുന്നു. സ്ട്രക്ചർ ടൈപ്പ് വേരിയബിൾ S1 ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി 2 സ്റ്റുഡൻസ് ആണെങ്കിൽ വി ക്യാൻ ഡിക്ലെയർ വൺ മോർ വേരിയബിൾ ഓഫ് സെയിം ടൈപ്പ് സ്റ്റുഡന്റ് അല്ലേ. ഇനി 3 സ്റ്റുഡൻസിന്റെ ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡിക്ലെയർ 3 വേരിയബിൾസ് ഓഫ് സ്റ്റുഡന്റ്. ഇനി 5 സ്റ്റുഡൻസ് വേണമെന്നുണ്ടെങ്കിൽ 5 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. സപ്പോസ് വി ഹാവ് ടു സ്റ്റോർ ദ ഡീറ്റെയിൽസ് ഓഫ് 60 സ്റ്റുഡൻസ്. എന്ത് ചെയ്യും? ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിക്ലെയർ 60 വേരിയബിൾസ് ഓഫ് സ്റ്റുഡന്റ് ടൈപ്പ്? അല്ല, നടക്കുന്ന കാര്യമല്ല. ഇതേ സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ്, നമുക്കൊരു ഇന്റീജർ ഡേറ്റ സ്റ്റോർ ചെയ്യണം. എന്ത് വേണം? ഒരു ഇന്റീജർ വേരിയബിൾ ലൈക്ക് ദിസ് ഡിക്ലെയർ ചെയ്യുക. 2 ഇന്റീജർ ഡേറ്റ റീഡ് ചെയ്യണം. സോ 2 ഇന്റീജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക അല്ലേ. 5 ഇന്റീജർ ഡേറ്റ റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം 5 ഇന്റീജർ വേരിയബിൾസ് യൂസ് ചെയ്യുക. 100 ഇന്റീജേഴ്സ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ
100 വേരിയബിൾസ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ, അതൊരു ഓപ്ഷൻ അല്ല. അപ്പൊ എന്ത് ചെയ്യും? വി വിൽ ഗോ ഫോർ അറേ അല്ലേ, ഇന്റീജർ അറേ ഡിക്ലെയർ ചെയ്തു. ഇന്റീജർ അറേ വിത്ത് 100 എലമെന്റ്സ്. അപ്പൊ അതിലേക്ക് നമുക്ക് 100 താഴെയുള്ള എത്ര ഇന്റീജേഴ്സ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ആണെങ്കിൽ സെയിം തിങ് ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻ ദിസ് പ്രോഗ്രാം വി ആർ ഗോയിങ് ടു റീഡ് ആൻഡ് സ്റ്റോർ ദി ഡീറ്റെയിൽസ് ഓഫ് 50 സ്റ്റുഡൻസ്. സപ്പോസ് 50 സ്റ്റുഡൻസ്, 50 സ്റ്റുഡൻസിന്റെ ഡേറ്റ നമുക്ക് റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്യണം. So it is not possible to declare 50 variables of this user defined type, programmer defined type student. അല്ലേ, അത് പോസിബിൾ അല്ല. So solution is we have to go for array. അല്ലേ, എന്ത് ടൈപ്പ് array? സ്ട്രക്ചർ ടൈപ്പ് array. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്, സ്ട്രക്ചർ ടൈപ്പ് array. ഓക്കെ, സ്ട്രക്ചർ ടൈപ്പ് array. കാണാലോ അല്ലേ? ഓക്കെ, സ്ട്രക്ചർ ടൈപ്പ് array. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? എനിക്ക് വേണ്ടത് ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസിന്റെ ഡേറ്റ റീഡ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ യൂസിങ് സിംഗിൾ വേരിയബിൾ അല്ലെങ്കിൽ 2 വേരിയബിൾസ് അത് പോസിബിൾ അല്ല. സോ വി ഹാവ് ടു ഡിക്ലെയർ എ സ്ട്രക്ചർ ടൈപ്പ് array. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ നമ്മുടെ സ്ട്രക്ചർ പഴയതുപോലെ ആക്കുന്നു, ഇത്രയ്ക്ക് കോംപ്ലക്സ് ആക്കണ്ട. പഴയ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നു. എന്താണ്? ടു റീഡ് ആൻഡ് സ്റ്റോർ ദി ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നെയിം, റോൾ നമ്പർ ആൻഡ് മാർക്ക് ഓഫ് 50 സ്റ്റുഡൻസ്. ഓക്കെ, മറ്റേത് അതിനകത്ത് പിന്നെ അറേ വന്ന് കുറച്ച് കോംപ്ലക്സ് ആവും. സോ നമുക്ക് പഴയ ഈ ചെറിയ സ്ട്രക്ചർ മതി. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു റീഡ് ദി ഡീറ്റെയിൽസ് ഓഫ് 50 സ്റ്റുഡൻസ്. എന്തൊക്കെ ഡീറ്റെയിൽസ്? നെയിം, റോൾ നമ്പർ ആൻഡ് മാർക്ക് ഓഫ് 50 സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതെല്ലാം സെയിം തന്നെയാണ്, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. ദെൻ വിത്തിൻ ദ ബോഡി ഓഫ് മെയിൻ ഫംഗ്ഷൻ വി ആർ ഗോയിങ് ടു ഡിഫൈൻ എന്താണ്? സ്ട്രക്ചർ ടൈപ്പ് വേരിയബിൾ അല്ല, ഇറ്റ് ഈസ് സ്ട്രക്ചർ ടൈപ്പ് array. ഡിക്ലറേഷൻ ഓഫ് ഇന്റീജർ എങ്ങനെയാണ്? ഇൻഡ് സ്പേസ് വേരിയബിൾ array നെയിം വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് നമ്പർ ഓഫ് എലമെന്റ്സ്. സെയിം തന്നെയാണ് ഇവിടെയും. സ്ട്രക്ചർ ടൈപ്പ് ആയതുകൊണ്ട് ഡിക്ലറേഷൻ ഈസ് സ്ട്രക്ട് സ്റ്റുഡന്റ് array നെയിം വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് നമ്പർ ഓഫ് എലമെന്റ്സ്. 50 ആണെങ്കിൽ 50. നമ്മൾ ഇനി ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ജനറലൈസ് ചെയ്യും, ഇതൊരു 100 കൊടുക്കും. 100 കൊടുത്തിട്ട് നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണോ അത്രയും റീഡ് ചെയ്യും. ഓക്കെ, ആക്ച്വൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണോ അത്രയും മാത്രം റീഡ് ചെയ്യും. നമ്മൾ അറേ രജിസ്റ്റർ എല്ലാം ചെയ്ത് അങ്ങനെയല്ലേ? അറേ ഡിക്ലറേഷൻ ടൈമിൽ നമ്മളൊരു 50 or 100 സെറ്റ് ചെയ്യും. Then പ്രോഗ്രാമിൽ ആദ്യം we will read the number of elements in that array, actual number of elements in that array അല്ലേ? Then by using a for loop അത്രയും elements, n elements എന്ന് റീഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ദാറ്റ് ഇവിടെ സെയിം തന്നെ ഇവിടെയും ചെയ്യുന്നത്. We will declare array like this s within square brackets ഒരു മാക്സിമം നമ്പർ സെറ്റ് ചെയ്യുക, ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക, 50 എന്നോ 100 എന്നോ സെറ്റ് ചെയ്യുക. Then read the actual number of students. ഓക്കെ, ഞാൻ 50 സെറ്റ് ചെയ്താൽ എല്ലാ ക്ലാസ്സിലും 50 വേണം നിർബന്ധമില്ലല്ലോ. ചില ക്ലാസ്സിൽ 20 ആയിരിക്കും, ചില ക്ലാസ്സിൽ 30 ആയിരിക്കും. സോ നമ്പർ ഓഫ് എലമെന്റ്സ് കൂടി റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ടൈപ്പ് array. ഓക്കെ, then question is how much memory will be allocated for this array? s of 50 എത്രയായിരിക്കും? അപ്പോൾ s എന്ന് പറയുന്ന arrayയിൽ we can store the details of 50 students. കറക്റ്റ് അല്ലേ? 50 സ്റ്റുഡൻസിന്റെ ഡേറ്റ നമുക്ക് ഈ arrayയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സ്റ്റുഡന്റിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യും? സിംഗിൾ സ്റ്റുഡന്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിരിക്കുന്ന സംഭവം അല്ലേ? 50 + 4 + 4 58 ബൈറ്റ്സ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. 58 ബൈറ്റ്സ്. അപ്പോൾ ഒരു സ്റ്റുഡന്റിന് 58 ബൈറ്റ്സ് വെച്ചിട്ട് 50 സ്റ്റുഡൻസിന് എത്ര ബൈറ്റ്സ്? 58 × 50 അത്രയും ബൈറ്റ്സ് ആയിരിക്കും ഈ അറേക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 58 × 50. അപ്പൊ അലോക്കേഷൻ എന്ന് പറയുന്നത് വിൽ ബി ലൈക്ക് ദിസ്. ഇത് കറക്റ്റ് ആയിട്ട് വരച്ച് കാണിക്കാൻ ഇതിൽ അത്ര ഫ്ലെക്സിബിൾ അല്ല. ഓക്കെ, അറേയുടെ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇത് ഫസ്റ്റ് എലമെന്റ് ഇൻഡെക്സ് 0, സെക്കൻഡ് എലമെന്റ് ഇൻഡെക്സ് 1, തേർഡ് എലമെന്റ് 2, അടുത്തത് 3, അടുത്തത് 4, ഇങ്ങനെ ടോട്ടൽ 50 എലമെന്റ്സ് ഇൻഡെക്സ് 49 വരെ. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്ന അറേയിലെ ഫസ്റ്റ് എലമെന്റ് ആണിത്. ഓക്കെ, ഈ എലമെന്റിന് വേണ്ടി 58 ബൈറ്റ്സ് അലോക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ അറേയുടെ ഫസ്റ്റ് എലമെന്റിനകത്ത് കുറേ സബ്ഡിവിഷൻസ് കാണും. എന്തൊക്കെയാ? നെയിമിന് വേണ്ടിയിട്ട് 50 ബൈറ്റ്സ് കാണും. Then റോൾ നമ്പറിന് വേണ്ടി 4 ബൈറ്റ്സ്, മാർക്കിന് വേണ്ടി another 4 ബൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ എസ് ഓഫ് 0 എന്ന് പറയുന്ന ഈ എലമെന്റിനകത്ത് എസ് ഓഫ് 0 ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ എസ് ഓഫ് 0ക്ക് ഒരു നെയിം കാണും, അതാണ് ഇവിടെ വരുന്നത്. എസ് ഓഫ് 0ക്ക് ഒരു റോൾ നമ്പർ, എസ് ഓഫ് 0ക്ക് ഒരു മാർക്ക്, ഇത്രയും ഡിവിഷൻസ് കാണും. ഓക്കെ, അതേപോലെ എസ് ഓഫ് 1 കാണും. എസ് ഓഫ് 1 ഈസ് ദി നെക്സ്റ്റ് എലമെന്റ് ഇൻ ദി സ്ട്രക്ചർ ടൈപ്പ് array. ഓക്കെ,
അതിലും ഇതേപോലെ സബ്ഡിവിഷൻസ് കാണും. എന്താ എസ് ഓഫ് 1 ഒരു സ്റ്റുഡന്റ് ആണ്. ആ എസ് ഓഫ് 1 എന്ന് പറയുന്ന സ്റ്റുഡന്റിന്റെ നെയിം സ്റ്റോർ ചെയ്യാൻ 50 ബൈറ്റ്സ്, റോൾ നമ്പർ സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ്സ്, ദെൻ മാർക്ക് സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ്സ്. ഇതേപോലെ ഓരോ എലമെന്റും. ഓക്കെ, അപ്പോ ഈ സ്ട്രക്ചർ ടൈപ്പ് പറയുന്ന ഓരോ എലമെന്റും ബൈ യൂസിങ് ഇൻഡെക്സ് ചെയ്താൽ ഈച്ച് എലമെന്റ് ഈസ് എന്താ എ സ്റ്റുഡന്റ് എന്ന് പറയാം. S of 0 is a student, S of 1 is a student, S of 2 is a student, S of 3 is a student. Okay, so S of 0 can contain the details of a student, S of 1 can contain the details of another student, S of 2 can store the details of another student. ഇങ്ങനെ ഓരോ ഇൻഡെക്സിലും we can store the details of എന്താ ഓരോ സ്റ്റുഡന്റ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും അലോക്കേഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, സ്ട്രക്ചർ ടൈപ്പ് അറേ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് we are going to read the actual number of students. Okay, number of students എത്ര ഉണ്ടെന്ന് റീഡ് ചെയ്യാൻ പോകുന്നു. Okay, that will be stored in variable n. Okay, that will be stored in variable n, %d ampersand n. Okay, എന്നിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ n contains the number of students. Okay, അപ്പോൾ സപ്പോസ് വാല്യൂ ഓഫ് n is 5 ആണെങ്കിൽ s of 0 to s of 4 ആയിരിക്കും നമ്മൾ സ്റ്റുഡൻസിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ s of 0 will contain the details of first student. അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം റീഡ് ചെയ്യുന്ന സ്റ്റുഡന്റിന്റെ ഡേറ്റ എവിടേക്കായിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? ആദ്യം റീഡ് ചെയ്യുന്ന സ്റ്റുഡന്റിന്റെ ഡേറ്റ ഈ അറയിൽ s of 0 സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. s of 0 ഞാൻ വരച്ച് കാണിച്ച പോലെ s of 0 സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ s of 0 സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ? ആദ്യം നെയിം ആണ് %s, ദെൻ റോൾ നമ്പർ %d, മാർക്ക് %d. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റുഡന്റിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് s of അറയിലെ ഫസ്റ്റ് ഇൻഡെക്സ് ആണ് s of 0. അപ്പൊ s of 0 ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ we can access the name of s of 0 like this, s of 0 dot name. ഓക്കെ, ഇനി സെക്കൻഡ് റീഡ് ചെയ്യേണ്ടത് s of 0യുടെ റോൾ നമ്പർ ആണ്. സോ s of 0 dot roll. ഓക്കെ, കോമ നെക്സ്റ്റ് തിങ് റീഡ് ചെയ്യാൻ പോകുന്നത് ആംപർസാൻഡ് s of 0 dot mark. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഞാൻ ഒരു ലൈൻ എഴുതിയുള്ളൂ, ഇങ്ങനെയല്ല. ഒരു സ്റ്റുഡന്റിന്റെ ഡേറ്റ റീഡ് ചെയ്യാൻ ഇങ്ങനെയാണ്: s of 0 dot name ampersand s of 0 dot roll ampersand s of 0 dot mark. അപ്പൊ നെക്സ്റ്റ് സ്റ്റുഡന്റ് വേണമെന്നുണ്ടെങ്കിലോ ഇതേ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യാം. s of 0 should be replaced with s of 1, s of 1 dot name, s of 1 dot roll ampersand s of 1 dot mark. അല്ലേ? അടുത്ത തേർഡ് സ്റ്റുഡന്റ് ആണെങ്കിൽ s of 2 dot name ampersand s of 2 dot roll ampersand s of 2 dot mark. ഇതേപോലെ n സ്റ്റുഡൻസിനെ വേണം എന്നുണ്ടെങ്കിൽ this index should be replaced with some variable name I, and we have to write a looping statement like this: for I is equal to 0, I less than. നമ്മൾ അറേ റീഡ് ചെയ്യുന്നത് അതേ സാധനം, ഇവിടെ റീഡ് ചെയ്യുന്ന അറയാണ്, പക്ഷെ റീഡ് ചെയ്യുന്നത് സ്ട്രക്ചർ ടൈപ്പ് അറയാണ് എന്നൊരു ഡിഫറൻസേ ഉള്ളൂ. Okay, I plus plus within the body of this for loop statement, this one. Okay, എന്താണ് സ്കാനഫില് s of 5 dot name ampersand s of 5 dot roll ampersand s of 5 dot mark ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അപ്പൊ എന്താ I equal to 0 ആയിരിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യും. s of 0 dot name ampersand s of 0 dot roll ampersand s of 0 dot mark. അപ്പൊ ആദ്യത്തെ സ്റ്റുഡന്റിന്റെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി ഏരിയയിലേക്ക് ഈ പറഞ്ഞ ഡേറ്റ, നമ്മളിപ്പോൾ റീഡ് ചെയ്യുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, എവിടെയാ? ഇവിടേക്ക്. ഇതാണ് നമ്മുടെ അറേയുടെ റെപ്രസെന്റേഷൻ എങ്കിൽ this one is 0, index 0, this one is 1, this one is 2, then 3, 4. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി i equal to 0 ആണ്. അപ്പോൾ s of 0 dot name ആ റീഡ് ചെയ്യുന്ന ഡേറ്റ കണ്ട് ഈ ലൊക്കേഷൻ s of 0 ഇതാണ്, ഇവിടേക്കായിരിക്കും സ്റ്റോർ ആവുന്നത്. ഇതിനകത്ത് 3 ഡിവിഷൻസ് വേണമെന്ന് പറഞ്ഞല്ലോ, 4 roll number and 4 mark. ഇവിടെ s of 0 dot name ഇതാണെങ്കിൽ ഇവിടേക്കായിരിക്കും ആ ഡേറ്റ സ്റ്റോർ ആവുന്നത്. then ampersand s of 5 dot roll കൊടുത്താൽ ഇവിടേക്ക് s of 0 യുടെ റോൾ ഇവിടെ സ്റ്റോർ ആവും. then ampersand s of 5 dot mark, s of 5 യുടെ മാർക്ക് ഇവിടേക്കായിരിക്കും സ്റ്റോർ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇറ്ററേഷനിൽ വാല്യൂ 5 becomes 1 ആവുമ്പോൾ that will be s of 1 dot name. അപ്പോൾ ഇവിടെ സെക്കൻഡ് ലൊക്കേഷൻ s of 1, ഇവിടെയും 3 ഡിവിഷൻസ് കാണും. s of 1 dot name, s of
1 dot roll sf1 dot mark ഇങ്ങനെ. Next is sf1 dot mark. സോറി, അത്ര റീഡ് ചെയ്തു. നെക്സ്റ്റ് വാല്യൂ ഓഫ് I is 2. അപ്പോൾ ഇവിടേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് സ്ട്രക്ചർ ടൈപ്പ് അറേയിലെ ഓരോ എലമെന്റിനെയും ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ റീഡ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതേ സ്റ്റേറ്റ്മെന്റ്, ഇതേ ഫോർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇതേ ഫോർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തിട്ട് തിരിച്ച് അറേ എലമെന്റ്സ് പ്രിന്റ് ചെയ്യുന്ന പോലെ സ്കാൻ ഓഫ് മാറ്റിയിട്ട് പ്രിന്റ് ഓഫ് ആക്കുക. ഓരോ സ്റ്റുഡന്റിന്റെ ആയിട്ട് ഡേറ്റ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ആംപർസാൻഡ് വേണ്ടാന്നേ ഉള്ളൂ. പ്രിന്റ് ഓഫ് നമ്മൾ ആംപർസാൻഡ് യൂസ് ചെയ്യില്ല. ആംപർസാൻഡ് യൂസ് ചെയ്താൽ അഡ്രസ് ഓഫ് ദാറ്റ് എലിമെന്റ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, സെയിം ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിൽ ചെറിയൊരു പ്രശ്നമുള്ളത് ഞാൻ മെസ്സേജസ് ഒന്നും കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു പ്രിന്റ് ഓഫ് കൂടി ഞാൻ കൊടുക്കാം. പ്രിന്റ് ഓഫ് /n enter the details of student. ഈ സ്റ്റുഡന്റ് ആണ് സ്റ്റുഡന്റ് 1 എന്നോ 2 എന്നോ 3 എന്നോ ആണ് നമുക്ക് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ %ID കൊടുക്കുക. ഓക്കെ, എൻ്റർ ഡീറ്റെയിൽസ് സ്റ്റുഡന്റ് %ID. ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഐയുടെ വാല്യൂ തുടങ്ങുന്നത് 0 അല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ I+1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, I+1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ 0 ഇനിഷ്യലി ആദ്യത്തെ സ്റ്റുഡന്റ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നു. ഐക്കുള്ള 0. അപ്പോൾ ഇവിടെ കയറിയിട്ട് പ്രിന്റ് എഫിൽ എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡന്റ് %ID എന്ന് കൊടുക്കുന്നു. ഓക്കെ, തൊട്ടിപ്പുറത്ത് I+1 കൊടുക്കുന്നു. I+1 കൊടുക്കുമ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? 0 ആണ്. 0+1 1 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് കാണിക്കും? എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡന്റ് 1 എന്ന് കാണിക്കും. അപ്പൊ നമ്മൾ ആ സ്റ്റുഡന്റിന്റെ നെയിം, റോൾ നമ്പർ, മാർക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. അടുത്ത തവണ വീണ്ടും വരുമ്പോൾ I becomes 1. അപ്പൊ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് %ID. അപ്പൊ എന്താ? 1 + 1 2. അപ്പൊ എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡന്റ് 2 എന്നായിരിക്കും ഇവിടെ കാണിക്കുന്നത്. %യുടെ സ്ഥാനത്ത് 2 ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇതേപോലെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചുകൂടെ മനസ്സിലാവാനായിരിക്കും നല്ലത്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഞാൻ 3 കൊടുക്കുന്നു. എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡന്റ് 1. കണ്ടല്ലോ, ഇവിടെ 1 എന്നാണ് വന്നത്. ഓ, ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ. ഞാൻ മെസ്സേജ് വീണ്ടും കൊടുത്തായിരുന്നു, നോക്കാം. ഓക്കെ, കറക്റ്റായിട്ട് വന്നു. എന്തായിരുന്നു ഞാൻ എക്സ്ട്രാ കൊടുത്തതെന്നൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ഇവിടെ എൻ്റെ ഡീറ്റെയിൽസ് സ്റ്റുഡന്റ് 1 എന്നും കൂടെ ഞാൻ കൊടുത്തായിരുന്നു. അത് വേണ്ട, ഒരു ലൂപ്പിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. നമുക്കൊന്നുകൂടെ ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. എൻ്റർ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചോദിച്ചു, ഞാൻ 3 കൊടുത്തു. എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡന്റ് 1. ഈ 1 എങ്ങനെയാണെന്ന് അറിയാലോ. ഞാൻ പ്രിന്റ് എഫിൽ കൊടുത്തത് എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡന്റ് പിന്നെ %ID ആണ് കൊടുത്തത്. അപ്പുറത്ത് I+1. ഐയുടെ വാല്യൂ 0 ആയതുകൊണ്ട് 0+1 ആ 1 ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റുഡന്റ് A എന്ന് കൊടുക്കുന്നു. നെയിം ഓഫ് സ്റ്റുഡന്റ്, റോൾ നമ്പർ ഈസ് 1, മാർക്ക് ഈസ് 1, ചുമ്മാ കൊടുത്തു. ദെൻ എൻ്റർ ദി ഡീറ്റെയിൽസ് സ്റ്റുഡന്റ് 2. കണ്ടല്ലോ, 2 കറക്റ്റ് ആയിട്ട് വന്നു. ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 + 1 2 വന്നു. സ്റ്റുഡന്റിന്റെ നെയിം ഞാൻ BBB കൊടുത്തു, റോൾ നമ്പർ 2 ആൻഡ് മാർക്ക് 2. എൻ്റർ ദി ഡീറ്റെയിൽസ് സ്റ്റുഡന്റ് C, നെയിം CCC, റോൾ നമ്പർ 3 ആൻഡ് മാർക്ക് 3. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തു. ആദ്യം ഡിസ്പ്ലേ ചെയ്ത് എന്താ SF0.name, SF0.roll, SF0.mark പ്രിന്റ് ചെയ്തു. പിന്നെ SF1.name, SF1.roll, SF1.mark ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ടൈമായി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അബിൻ ജെ പ്രകാശ്, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാർ, കൈ കൊണ്ട് ബാക്ക് ആയി ആണല്ലേ. ഓക്കെ, ആരെങ്കിലും ഡൗട്ട്സ്? ആദ്യം മിൻറ്റോയുടെ പോലും അനക്കമില്ലല്ലോ ഇപ്പം.
ഡൗട്ട്സ് എന്തെങ്കിലും? ഇത് എത്ര എളുപ്പമല്ല, ചെയ്തു നോക്കിയാലേ പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പെട്ടെന്നാവട്ടെ. കമന്റ് ചെയ്താലും മതി. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാരും പ്രസന്റ് ആണല്ലോ അല്ലേ? ജിഷ അനുമോനുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാ ജിഷ. ജിഷ കേൾക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടോ? ഓക്കെ, ജിഷ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ജിഷയ്ക്ക് ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അഭിജിത്ത് ധർമ്മജൻ ഉണ്ടോ? അഭിജിത്ത് ധർമ്മജൻ. ഉണ്ട് സാർ. അഭിജിത്തിന് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. വേറെ ആരും ഡൗട്ടൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങളിത് പഠിക്കുക. ഇതിന്റെ ഹാൻഡ് ഔട്ട് ഞാൻ അയച്ചു തന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അയച്ചു തന്നിട്ടുണ്ട്. ഹാൻഡ് ഔട്ട് വെച്ചിട്ട് പഠിക്കുക. പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു സാർ.